വ്യാജ നോട്ടുകൾ നിർമ്മിച്ച കേസിൽ അറസ്റ്റിലായി കോടതിയിൽ നിന്നും ജാമ്യമെടുത്ത് മുങ്ങി നടന്നിരുന്ന സ്റ്റേഷൻ റൌഡിയെ കൊടകര പോലീസ് പിടികൂടി. നെല്ലായി ആലത്തൂർ സ്വദേശി തൈവളപ്പിൽ വീട്ടിൽ 59 വയസ്സുള്ള ഹരിദാസിനെയാണ് പോലീസ് പിടികൂടിയത്. 2025 ജൂലൈ 27 മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് വീട്ടമ്മയുടെ സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത കേസിലും ഒളിവിൽ കഴിഞ്ഞു വരവെയാണ് ഹരിദാസ് പിടിയിലായത്. 2019 പ്രതിയുടെ കൊളത്തൂരിലുള്ള വീടിന് മുന്നിലുള്ള ഷെഡിൽ സ്കാനറും അനുബന്ധ ഉപകരണങ്ങളും ഉപയോഗിച്ച് 500 രൂപയുടെ 151 ഇന്ത്യൻ കറൻസി നോട്ടുകളും 200 രൂപയുടെ 20 ഇന്ത്യൻ കറൻസി നോട്ടുകളും വ്യാജമായി നിർമ്മിച്ച് വിനിമയം നടത്തുന്നതായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. പിന്നീട് ഇയാൾ കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് വിചാരണ നടപടികൾ സഹകരിക്കാതെ ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്ന് ഇയാളെ പിടികൂടുന്നതിനായി ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചു. ഈ വാറന്റ് പ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഹരിദാസ് കൊടകര, മണ്ണുത്തി, കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 7 കവർച്ചാ കേസുകളിലും 3 മോഷണ കേസുകളിലും 3 തട്ടിപ്പ് കേസുകളിലും 2 ചാരായം കൈവച്ച കേസിലും 1 അടിപിടി കേസിലുമടക്കം ആകെ 16 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കൊടകര പോലീസ് സ്റ്റേഷൻ SHO ദാസ് PK, ASIമാരായ ബേബി, ആഷ്ലിൻ ജോൺ, ഷിജു, GSCPO സജീഷ് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്.